ഹലോ ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഒരു UAE മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പം എൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും എനിക്ക് പനിയാണ്, തീരെ വയ്യ. ഈ പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കുറച്ച് ദിവസമായി എനിക്ക് മേലും കൈയും വേനയും തുമ്മലും ജലദോഷമൊക്കെ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നലെ രാത്രിത്തോടെ പനിയായി മാറിയിരിക്കുന്നു. അപ്പം പനിയായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഈ സൗണ്ട് അടയുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു അടഞ്ഞ വോയിസ് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. പക്ഷേ വേറെ പ്രശ്നമുണ്ട്. നാളെ അമലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നാളായിട്ട് അമലേട്ടനോട് ഇങ്ങനെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അമലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ നല്ല അത് ഞാൻ വിചാരിച്ചു ബിരിയാണി എന്തെങ്കിലും ആക്കാം. പക്ഷേ ഞാൻ ബിരിയാണി ഒരു മുന്നേ ആക്കിയിട്ടില്ല. ഇങ്ങനെ എഗ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ബിരിയാണി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷണമായിട്ട് കോളാവണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ സദ്യ ഉണ്ടാക്കാൻ വെച്ചു ബർത്ത്ഡേക്ക്. 4 കറിയും ചോറും പിന്നെ എന്താണ് പായസവും ഒക്കെ ഉണ്ടായി ഗംഭീരമായൊരു ഊണാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവരുടെ പ്ലാൻ ചെയ്തു. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് പനിയൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പീരീഡ്സ് ഡേറ്റ് ആണ് നാളെ. അപ്പോൾ എനിക്ക് പണ്ട് കോളേജിലൊക്കെ ഉള്ള സമയത്ത് ഈ പീരീഡ്സിന് മുന്നേ എനിക്കൊരു 3-4 ദിവസം മുന്നേ എനിക്ക് പനിയൊക്കെ വരാറുണ്ട്. അതിൻ്റെ അന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പിന്നെ പൊതുവേ എനിക്ക് പീരീഡ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ബെഡിൽ നിന്ന് എണീക്കാൻ വേണ്ടി പറ്റില്ല, അത്രയും വയറുവേദനയായിരിക്കും. അപ്പം നാളെ എനിക്കപ്പം മനസ്സിലായി നാളെ തന്നെ. പൊതുവേ 2 ദിവസം മുന്നേ എനിക്ക് ചില ദിവസങ്ങളിൽ 2 ചില മാസങ്ങൾ കേട്ടോ 2 ദിവസം മുന്നേ എനിക്ക് വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അതും വന്നില്ല. അതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ മുന്നോടി എനിക്ക് പനിയൊക്കെ വന്നു, ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഇപ്പം നാളെ തന്നെ ആളെത്തും. അതുകൊണ്ട് അപ്പം നാളെ എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ വേണ്ടി പറ്റില്ല എന്തായാലും. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ സദ്യക്ക് വേണ്ടി ഇപ്പോൾ സാമ്പാർ, അവിയൽ, കൂട്ടുകറി, പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഒരു പായസം ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ എന്താണ് ഇപ്പം നാളെ പനിയൊക്കെ നാളെ എനിക്ക് വയറുവേദനയൊക്കെ ആണെങ്കിൽ എനിക്ക് എണീച്ചിട്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒന്ന് ഓൾറെഡി വൈകുന്നേരം ആവാനായി. അപ്പോൾ ഞാൻ വെച്ചു ഇന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നാളെ നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. കുറച്ച് വിഭവങ്ങൾ കേട്ടോ. ഇപ്പോൾ സാമ്പാർ, അവിയലൊക്കെ ഞാൻ ഇന്നും ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് കൂട്ടുകറിയും ഉപ്പേരിയും വെക്കാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ നാളെ എല്ലാം കൂടെ ഒപ്പരം നോർമൽ ഡേ ആണെങ്കിൽ ഞാൻ ഒക്കെ ഉണ്ടാക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ സ്പീഡിലെല്ലാം ഉണ്ടാക്കും. 4 അടുപ്പിൽ നിന്ന് സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട് പൊതുവേ, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് നാളത്തെ എൻ്റെ കണ്ടീഷൻ അങ്ങനെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവേ എൻ്റെ കണ്ടീഷൻ അങ്ങനെ ആ ദിവസങ്ങളിൽ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റില്ല, അത്രയും വയറുവേദനയായിരിക്കും എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു എന്താ സാമ്പാർ, അവിയലും പറ്റിയ പായസം ഇന്ന് ഉണ്ടാക്കാം. എന്നിട്ട് നാളെ കാരണം കൂട്ടുകാർക്ക് വേണ്ട കടല ഞാൻ പുതിട്ടില്ല, എനിക്ക് അറിയില്ലല്ലോ ഞങ്ങൾക്ക് പനി വരുന്നൊന്നും. അപ്പം ഇന്ന് പുതിയത് നാളെ കൂട്ടുകറി ഉണ്ടാക്കാം. കേബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നാളെ ഉണ്ടാക്കാം. ഇന്ന് സാമ്പാറും അവിയലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പോവാം. ഈ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം, നാളത്തെ ഫുൾ ബർത്ത്ഡേൻ്റെ കാര്യങ്ങളും മറ്റന്നാളും ആദ്യം ഇപ്പോൾ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നാളെ രാത്രി ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നൊന്നും കാണിച്ചിരുന്നില്ല കേട്ടോ, കാരണം എല്ലാവർക്കും സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കാം. ഞാൻ വലിയ ഷെഫൊന്നുമല്ലല്ലോ. ഞാനിവിടെ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ നാട്ടിൽ നിന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലും പിന്നെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് അമ്മേനെ ഏച്ചിട്ടൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പം ഞാൻ അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരുന്നില്ല. പക്ഷെ ഞാൻ അതിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഉണ്ടാക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ സാമ്പാറും അവിയലും ഉണ്ടാക്കി കഴിഞ്ഞു, സക്സസ്ഫുള്ളി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് പായസം കൂടിയാണ്. കാരണം പായസം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വാങ്ങിയത് പായസം മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പാലട പായസം മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ വലിയ ധാരണയില്ല. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പായസം മിക്സ് ഇതുവരെ വാങ്ങിയിട്ടില്ല. അച്ഛൻ തന്നെയാണ് പായസം ഉണ്ടാക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇട്ട് ഞാൻ ആക്കാറ്. അമലേട്ടൻ്റെ വീട്ടിൽ അവരും അങ്ങനെ പാല മിക്സ് യൂസ് ചെയ്യാറില്ല. പക്ഷേ എങ്കിൽ വിഷുവിനയച്ച അമ്മ ക്യാൻറ്റീനിൽ നിന്ന് പോയപ്പോൾ അങ്ങനെ വാങ്ങി എന്ന് പറഞ്ഞു, അങ്ങനെ ഒരിക്കൽ ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് മിക്സ് വാങ്ങിക്കോ, അപ്പോൾ അങ്ങനെ ആകുമ്പം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ ഒരു സജഷൻ കാരണമാണ് ഞാൻ ഇപ്രാവശ്യം പാലട പായസം മിക്സാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി നോക്കാം. അതിനിപ്പോൾ നാളെ എനിക്ക്
കൂട്ടറിയും ക്യാബേജ് ഉപ്പേരിയും മാത്രം നാളെ ഉണ്ടാക്കിയത്, ചോറും ഇത് മാത്രമേ നാളെ ഉണ്ടാക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്ന് ഉണ്ടാക്കി. ബാക്കി സാമ്പാറും ഇത് എല്ലാം ഉണ്ടാക്കി. എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചത് രാവിലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ ടുഗെദറാണ്. നമ്മൾ ഒന്നിച്ചുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അവളുടെ. എൻ്റെ ബർത്ത്ഡേ നമ്മൾ കല്യാണത്തിന് മുന്നേ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ ഉണ്ടായത്. മാർച്ചിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഉണ്ടായത്. അന്ന് അവളുടെ എനിക്ക് ഒരുപാട് സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് ആയിക്കോട്ടെ, കേക്ക് 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തു. അതുപോലെ അവളുടെ സർപ്രൈസ് ആയിട്ട് എനിക്ക് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അതൊക്കെ ഒരുപാട് സർപ്രൈസ് അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അമലൻ്റെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ എനിക്ക് ഒരുപാട് സർപ്രൈസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും. അവരും വേറെ കേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവരും വന്നായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു എൻ്റെ ബർത്ത്ഡേ. എൻ്റെ ഇത്രയും ലൈഫിൽ അങ്ങനെ അടിപൊളി ഒരുപാട് സർപ്രൈസ് നിറഞ്ഞ ബർത്ത്ഡേ പറഞ്ഞാൽ ഈ കഴിഞ്ഞ ബർത്ത്ഡേ ആയിരുന്നു. അതൊക്കെ പിന്നെ അപ്പം അത്രയും സർപ്രൈസ് എനിക്ക് ഇപ്രാവശ്യം അമ്മയോട് ഒന്നിച്ചുണ്ടല്ലോ. നമ്മൾ കുറച്ചും ദൂരൊക്കെ ആണെങ്കിൽ നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും എളുപ്പമാണെന്ന് തോന്നുന്നു. പക്ഷെ അടുത്ത് നിൽക്കുന്നത് അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് പുറത്ത് പോകണമെങ്കിൽ തന്നെ അമ്മയുടെ കൂടെ തന്നെ പോകണം. പുറത്ത് പോകാൻ എനിക്ക് വേറെ നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വെച്ചു ഇതായിട്ട് അമ്മയുടെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അവരുടെ ദുബായിലാണല്ലോ ഒരു 4 കൊല്ലമായിട്ട്. അപ്പം അത്രയും നാൾ അമലേട്ടൻ ബർത്ത്ഡേ ഇവിടെ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ രാത്രി കേക്ക് കട്ടിങ്, പിന്നെ ഓഫീസിൽ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യും, ഇങ്ങനെയാണ്. അപ്പോൾ കുറേ നാളെ അമലേട്ടൻ വീട്ടിൽ നിന്ന് ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പം എനിക്ക് ശരിക്കും പൊതുവെ എൻ്റെ ബർത്ത്ഡേ എൻ്റെ പുറത്ത് പോകുന്ന എനിക്ക് താല്പര്യം. എനിക്ക് വീട്ടിൽ ഇങ്ങനെ സദ്യയിലുണ്ടാക്കി അമ്മ നമ്മുടെ നാട്ടിൽ എനിക്ക് എല്ലായിടത്തും ഒന്നും അറിയില്ല. എൻ്റെ വീട്ടിലൊക്കെ അമ്മ എൻ്റെ ബർത്ത്ഡേ അധികം പിറന്നാളായ ദിവസമല്ല, നമ്മൾ 4 വരുന്ന ദിവസം അമ്മ അധികം ഈ അരിയൊക്കെ നമ്മൾ തലക്ക് അരിയൊക്കെ ഇടും. എനിക്കിഷ്ടമാണ് അങ്ങനെ അതൊക്കെ പായസമൊക്കെ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടം. എൻ്റെ വീട്ടിൽ അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്കിഷ്ടം. ഇപ്പോൾ അമലേട്ടനാണെങ്കിലും അതാണ്. അമലേട്ടൻ അതിൻ്റെ അപ്പുറം ഇഷ്ടമാണ് വീട്ടുകാരെ കൂടെ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ കുറേ നാളായല്ലോ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട്. അപ്പം ഞാൻ അതാണ് വിചാരിച്ചത് 4 കറിയും ചോറും പായസമൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സദ്യ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കുറേ നാളെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ. അപ്പം നാളത്തെ എൻ്റെ കണ്ടീഷൻ അത്രയും ബാഡ് ആയിരിക്കും. അതാണ് ഞാൻ പിന്നെ നാളെ ആക്കണ്ടല്ലോ. ഇന്ന് വൈകുന്നേരം ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ കയറ്റി നാളെ ചൂടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാം ഉണ്ടാക്കുന്നില്ല, ഇത് മാത്രമേ ഇതാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം കാരണം ഇപ്പം എനിക്ക് പൊതുവെ ഇങ്ങനെ പനിയൊക്കെ വന്നിട്ട് പീരീഡ്സ് ആകുമ്പം പണ്ടൊക്കെ ഞങ്ങൾക്ക് വയറുവേദന ഉണ്ടാവാറില്ല. പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അഥവാ എൻ്റെ ഒരു അവസ്ഥയാണല്ലോ, എൻ്റെ ഒരു കാര്യം നമുക്ക് നമ്പാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നാളെ ചിലപ്പോൾ എനിക്ക് നല്ല വയറുവേദന ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നാളെ 2 കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൂ, ഒന്ന് കൂട്ടുകറിയും ഒന്ന് ഉപ്പേരിയും. അത് കുഴപ്പമില്ല. അത് കുറച്ച് ലേറ്റായി ഞാൻ എണീച്ചിട്ട് മെല്ലെ ചെയ്ത് കഴിഞ്ഞാലും വലിയ സീനില്ല. കാരണം പെട്ടെന്നാവും. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ലേറ്റായി ചെയ്യാൻ പറ്റില്ല. അപ്പം നോർമൽ ഡേ ആണ് എനിക്കൊക്കെ പെട്ടെന്നാവും, അല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം ആക്കി. പിന്നെ അമലേട്ടൻ കാണാതെ ഫ്രിഡ്ജിൽ വെക്കാൻ എനിക്ക് ആഗ്രഹം. കാരണം അമലേട്ടൻ അങ്ങനെയൊന്നും ഫ്രിഡ്ജ് നോക്കൊന്നുമില്ല. അപ്പം അമലേട്ടൻ കാണാതെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നാളെ അമലേട്ടൻ അറിഞ്ഞോട്ടെ. ഇന്ന് തന്നെ അമലേട്ടൻ അറിയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അവരോട് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാക്കി വെച്ചാലോ എന്നൊക്കെ. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നാളെ അമലേട്ടൻ അറിഞ്ഞാൽ ഇന്ന് കാണുമെന്ന് എനിക്കറിയില്ല. ഫ്രിഡ്ജ് അങ്ങനെ തുറക്കില്ല, എന്തെങ്കിലും കാര്യം ഉള്ളുണ്ടെങ്കിൽ അത് തുറക്കാറില്ലല്ലോ. അപ്പം ഞാൻ അമലേട്ടൻ വരുന്നതിന് മുന്നേ ഇതൊക്കെ തണിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. ബർത്ത്ഡേ ആണ്, കറക്റ്റ് 12:01 Happy birthday to you, happy birthday to you, happy birthday dear Kamshika, happy birthday to you. ഹലോ അമലേട്ട, എന്താ അമലേട്ടൻ പറയാനില്ലേ? നമ്മളെ ബർത്ത്ഡേ ആയിട്ട് പൈസ ഒന്നും പറയണം കേട്ടോ, കാരണം നമ്മൾ പൈസ പറയാൻ പാടില്ല അല്ലെങ്കിൽ പറഞ്ഞോ. എന്നിട്ട് അമലേട്ടൻ എപ്പം എന്താ പറയുന്നത് ബർത്ത്ഡേക്ക്? നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ ഒന്നിച്ച്? പക്ഷെ എൻ്റെ ബർത്ത്ഡേന് മുന്നേ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കല്യാണത്തിന് മുന്നേ ആയിരുന്നു, മാർച്ചിൽ. അപ്പോൾ ഒരുമിച്ച് അമലേട്ടൻ അങ്ങ് ദുബായിൽ നാട്ടിലേക്ക് വന്നു. സർപ്രൈസ് അങ്ങനെയാണല്ലോ, സർപ്രൈസ്. ഇപ്പം തോന്നുന്നു എന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം റൂമിൽ നിന്നായിരുന്നില്ലേ എന്റെ കൂടെ ആഘോഷിക്കുമ്പോൾ തോന്നുന്നു. ഓക്കെ ശരി ഗൈസ്, ഇനി ഇയാളെ ഞാൻ പോയിട്ടില്ല കേട്ടോ വീഡിയോയില്. ഓക്കെ, അപ്പം നാളെ അല്ല നമ്മൾ കടന്നു തുടങ്ങിയിട്ട് നാളത്തെ ഡേത്തെ വിശേഷം, അതായത് ഇന്നത്തെ ഡേത്തെ വിശേഷം കാണിച്ചത് കേട്ടോ. ഗൈസ്
അപ്പോൾ ഇന്ന് അമലേട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ. നിങ്ങൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം ഉച്ചയായിട്ടോ. ഞാൻ എല്ലാം കണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അയ്യോ കണ്ടോ, എല്ലാം സെറ്റാക്കി കാണിച്ചു തരാട്ടോ എല്ലാം ഏതാണെന്ന്. അപ്പം ഞാൻ എല്ലാം രാവിലെ എണീച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമലേട്ടൻ വരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വെച്ചാൽ അതും കൂടി കാണിച്ചു തരാം, ഉണ്ടാക്കി എന്താണെന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡായിട്ടുള്ള ഫീലിംഗ് ആണ്. കാരണം ഒന്നും അറിയാത്ത ഞാൻ ഇന്ന് അമലേട്ടൻ്റെ ബർത്ത്ഡേക്ക് 4 കറിയും ചോറൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര ഒരു അഭിമാനമാണ് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാട്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന്. അവിയലുണ്ട്. അവിയലൊക്കെ ആക്ച്വലി ചാറാക്കി വെക്കുന്ന എനിക്ക് ഇഷ്ടം, അത് വെള്ളമാക്കി വെക്കുന്ന എനിക്ക് ഇഷ്ടം. അമലേട്ടന് അങ്ങനെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളമാക്കി വെച്ചത്. പിന്നെ സാമ്പാറുണ്ട്, ഇതാണ് പായസം, പപ്പടം, ചോറ് അതിൻ്റെ അകത്തുണ്ട്, ഇത് ക്യാബേജ് ഉപ്പേരി, ഇത് കൂട്ടുകറി, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അമലേട്ടൻ വന്നിട്ട് ഫുഡ് കഴിച്ചാൽ മാത്രം മതി. ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ സദ്യയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. നമ്മൾ ഇവിടുന്ന് മീൽസൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്, എന്നാലും നമ്മൾ ഹോം മെയ്ഡായിട്ട് ഇത് കഴിച്ചിട്ട് കുറേ നാളായില്ല കഴിച്ചിട്ട്. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് അമലേട്ടൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അമലേട്ട കഴിക്കൂ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാനും കൂടി കഴിക്കട്ടെ. ഇന്നത്തെ വീട്ടിലായിരിക്കും. ഇന്നത്തെ ഇനി ബർത്ത്ഡേ ചെയ്തേ ഉള്ളൂ, കാരണം അമലേട്ടൻ ഇന്ന് ഓഫീസ് ഉണ്ടല്ലോ, വർക്കിംഗ് ഡേ ആണല്ലോ. പിന്നെ അമലേട്ടൻ പോവും. ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അമലേട്ടൻ്റെ ബർത്ത്ഡേ ഭയങ്കര സിമ്പിളായിട്ടൊരു ബർത്ത്ഡേ ആണ്. ഇനി അടുത്ത വീട്ടിൽ കാണാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.